ഞങ്ങൾക്ക് ഇപ്പൊ അവിടെ ജീവിക്കാനുള്ള കഴിയാത്ത അവസ്ഥയിലുള്ളത്. ഇവിടുന്ന് മണ്ണും ചളിയെല്ലാം താഴേക്ക് വന്ന് കുത്തിയൊളിച്ചിട്ട് വന്ന് 3 വീടുകൾ സ്ഥിരം നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. ബാക്കിയുള്ള റോഡ് CH റോഡ് മൊത്തം ആൾക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലുള്ളത്. ഇപ്പോൾ കാണുമല്ലോ, നിങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. നമ്മൾ മുമ്പും ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വർക്ക് നടക്കുന്ന സമയത്ത് തന്നെ ഈ മണ്ണെടുക്കുന്ന സമയത്ത് ഈ താഴെയുള്ള വീട്ടുകാരുടെ കാര്യം ഇവർ ആലോചിക്കുന്നേ ഇല്ല. ഹൈവേൻ്റെ പണി തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഈ കുന്നിൻ്റെ തൊട്ട് താഴെയായിട്ട് 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഇന്നലെ ഒരു മഴ കുറച്ച് സമയം നിന്ന് പെയ്തപ്പോൾ തന്നെ അതിൽ കുറേ വീടുകൾ ചളി വെള്ളം നിറഞ്ഞ് വാസയോഗ്യമല്ലാത്ത രീതിയിലായിട്ടുള്ളത്. ഒരു വാഹനങ്ങൾക്ക് പോലും പോകാൻ പറ്റാത്ത രീതിയിൽ റോഡ് ഗതാഗതമൊക്കെ തടസ്സപ്പെട്ടിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ വർഷം നമുക്കറിയാം വയനാട് ചൂരൽമലയൊക്കെ കണ്ടത് നമ്മൾ വാർത്തകളിൽ കണ്ടു. പക്ഷേ ഇന്നൊരു മഴ വന്നപ്പോൾ തന്നെ താഴെയുള്ള വീടുകളുടെ അവസ്ഥ കാണുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നാട്ടുകാർ ഇവിടെ സ്വസ്ഥമായിട്ട് ഉറങ്ങുക? അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഇങ്ങനെ നമ്മൾ പ്രതിഷേധത്തിന് ഇറങ്ങിയത്. നിങ്ങൾക്കൊക്കെ അവിടെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണല്ലോ, വീടുകളിലൊക്കെ ചളിയും വെള്ളം. തീർച്ചയായും അങ്ങനെ തന്നെയാണ് വീട്ടുകളിലെ അവസ്ഥ. അതിപ്പോൾ ഇന്നലെ രാവിലെ ഉണ്ട്, രാത്രി മുതലേ ഒരുപാട് മണ്ണും ചളിയൊക്കെ വന്നിട്ട് മരങ്ങളും വഴി കൊടുത്തിട്ട് അതിനൊരു പരിഹാരം കാണുന്നില്ല. വീടുകളിലേക്ക് തന്നെയാണ് വെള്ളം കയറുന്നത്. നമ്മളെത്ര JCB വെച്ചിട്ട് ചാല് വലിച്ചാലും പിന്നെ ഈ മണ്ണും വെള്ളവും വന്നിട്ട് ആ ചാല് നിറയേന്ന്. അതുകൊണ്ട് നമുക്ക് ഇതിനെന്തെങ്കിലും അത് CH മൊത്തം വീടാണെങ്കിൽ അടുക്കളയിലെല്ലാം നിറച്ചും ചളിയും മണ്ണുമായിട്ട് ഇല്ല സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ട് എല്ലാം 3 വീട്ടിന് നല്ല ഇതായി. പക്ഷേ റോഡും എല്ലാവർക്കും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോൾ ഇല്ലത്.